അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലിസാനുൽ ഖുർആനിലെ ആദ്യത്തെ പാഠം അജായിബു ഖൽഖില്ലാഹി തആല എന്നുള്ള പാഠമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും ഈ പാഠം കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ലിസാനുൽ ഖുർആൻ പൂർണ്ണമായും അറബിയിലാണ്. വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ടുന്ന ഒരു വിഷയം കൂടിയാണ്. ഇവിടെ ആദ്യമായി അദ്ദുആഉ, ഒരു ദുആ തന്നിട്ടുണ്ട്. ഈ ദുആ നമ്മൾ കാണാതെ പഠിക്കാനോ അല്ലെങ്കിൽ ഇതിലെ പദങ്ങൾ പ്രത്യേകമായി പഠിക്കാനോ ഒന്നുമില്ല. ഇത് ഒന്ന് ദുആ ചെയ്ത് പോകാനേ ഉള്ളൂ. എന്താണ് ദുആ? റബ്ബി റബ്ബി യാ റഹ്മാൻ, ഹസ്ബി റബ്ബി യാ റഹ്മാൻ, സഹിൽ അംരി ലിൽ ഫഹമി മാ ഫിൽ കുതുബി യാ മന്നാൻ, നവ്വിർ ഖൽബി ബിൽ ഇൽമി വശ്റഹ് സദ്രി ബിൽ ഖുർആൻ, ഹസ്സിൻ ഖുലുഖി വഫ്തഹ് ലി ബാബൽ ഖൈരി വൽ ഗുഫ്റാൻ, വർഹം ഉമ്മി സുമ്മ അബി വഗ്ഫിർ ലഹുമാ യാ ദയ്യാൻ, സിദ്നി ഇൽമൻ യാ റബ്ബി വലി ഉസ്താദി യാ റഹ്മാൻ. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ ദുആ ഒരു തവണ ചൊല്ലി നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. അദ്ദർസുൽ അവ്വലു, ഒന്നാമത്തെ പാഠം അജായിബു ഖൽഖില്ലാഹി തആല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ. ഇവിടെ ഒരു ഉപ്പയും മകനും മൃഗശാല സന്ദർശിക്കാൻ വന്ന ഒരു മനോഹരമായ ചിത്രം തന്നിട്ടുണ്ട്. ആ മൃഗശാലയിൽ നമുക്ക് പരിചയമുള്ള കുറേ മൃഗങ്ങളുണ്ട്. ജിറാഫ് ഉണ്ട്, കടുവ ഉണ്ട്, സിംഹമുണ്ട്, മാനുണ്ട്, അതുപോലെ പല പക്ഷികളും നമുക്കറിയുന്നതുണ്ട്. എന്താണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്? ലിസാനുൽ ഖുർആൻ അറബി ഗ്രാമർ പഠിപ്പിക്കുന്ന കിതാബാണ്. അല്ലാതെ കഥയോ ചരിത്രമോ ഒന്നും പഠിപ്പിക്കുന്ന കിതാബല്ല. മറിച്ച് അറബിയുടെ വ്യാകരണം, ഗ്രാമർ പഠിപ്പിക്കുന്ന കിതാബാണ് ലിസാനുൽ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ അജായിബു ഖൽഖില്ലാഹി തആല എന്നുള്ള പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കണ്ടന്റ് അതെന്താണ്? ജറിന്റെ ഹർഫുകളെ കുറിച്ചാണ്. ജറിന്റെ ഹർഫുകൾ ഏതെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. എന്താണ് ജറിന്റെ ഹർഫിന്റെ പ്രത്യേകത? ആ ജറിന്റെ ഹർഫിന് ശേഷം വരുന്ന വാക്കിനിക്ക് കസറായിരിക്കും. അപ്പോൾ ഏതെല്ലാമാണ് ഈ ജറിന്റെ ഹർഫുകൾ എന്ന് വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധയോടെ പഠിക്കണം. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു സെന്റൻസ് നമുക്ക് തന്നിട്ട് അത് പൂരിപ്പിക്കാനുണ്ടാകും. ഈ ജറിന്റെ ഹർഫുകൾ ഉപയോഗിച്ച് പൂരിപ്പിക്കാനുണ്ടാകും. അപ്പോൾ ഏതാണ് അനുയോജ്യമായ വാക്ക് എന്ന് മനസ്സിലാവണമെങ്കിൽ വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ ജറിന്റെ ഹർഫുകൾ ഏതെല്ലാമാണ് എന്ന് വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കുക. നമുക്കൊന്ന് ഈ പാഠം വായിച്ച് അർത്ഥം പറഞ്ഞതിന് ശേഷം കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പോകാം. അജായിബു ഖൽഖില്ലാഹി തആല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ. ഇൻതഹൽ ഇംതിഹാനു സനവി, ഇൻതഹ എന്ന് പറഞ്ഞാൽ അവസാനിച്ചു, അൽ ഇംതിഹാനു എന്ന് പറഞ്ഞാൽ പരീക്ഷ, അസനവി എന്ന് പറഞ്ഞാൽ വാർഷിക. വാർഷിക പരീക്ഷ അവസാനിച്ചു. ദഹബ ഫാളിലുൻ, ഫാളിലു പോയി, മഅ വാലിദിഹി അവന്റെ ഉപ്പയോടൊപ്പം. എന്തിന്? ലി സിയാറത്തി ഹദീഖത്തുൽ ഹയവാനാത്ത്. ഹദീഖത്തുൽ ഹയവാനാത്ത് എന്ന് പറഞ്ഞാൽ മൃഗശാല, സൂ എന്നാണ് അർത്ഥം. ഹദീഖത്തുൽ ഹയവാനാത്ത് മൃഗശാല സന്ദർശിക്കാൻ വേണ്ടി ഫാളില് അവന്റെ ഉപ്പയോടൊപ്പം പോയി. ഫറഅ, അപ്പൊ കണ്ടു എന്ത്? അൽ അസദ, അസദിനെ കണ്ടു, സിംഹത്തിനെ കണ്ടു. വസ്സറാഫ, ജിറാഫിനെ കണ്ടു. വല്ലബിയ, മാനിനെ കണ്ടു. വൽ ബബറ, കടുവയെ കണ്ടു. വസ്സഅലബ, കുറുക്കനെയും കണ്ടു. എവിടെയാണ് അവരൊക്കെ ഉള്ളത്? ഫിൽ അഖ്ഫാസി, കൂടുകളിലാണ്. ഖഫസ് എന്ന് പറഞ്ഞാൽ കൂട്, അതിന്റെ ബഹുവചനമാണ് അഖ്ഫാസ്. കൂടുകളിൽ കണ്ടു. സുമ്മ മശാ ഖലീലൻ, പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു. ഫറഅ, അപ്പോൾ അവര് കണ്ടു. അൽ ബബ്ഗാ, തത്തയെ കണ്ടു. വസ്സഖറ, പരുന്തിനെ കണ്ടു. വൽ ഹമാമ, പ്രാവിനെ കണ്ടു. വൽ അൻദലീബ, കൊയിലിനെയും കണ്ടു. എവിടെ? അലൽ അഷ്ജാരി, മരത്തിനു മുകളിൽ ഇവയെ ഒക്കെ കണ്ടു. ഷറഹൽ വാലിദു ലി ഇബ്നിഹി, ഉപ്പ കുട്ടിയോട് വിശദീകരിച്ചു കൊടുത്തു. അനിൽ ഹയവാനാത്തി, ഈ മൃഗങ്ങളെ കുറിച്ചും. വത്തുയൂരി, പക്ഷികളെ കുറിച്ചും. ഫഖാല ഫാളിലുൻ, അപ്പോൾ ഫാദിൽ പറഞ്ഞു, യാ വാലിദി, ഓ എന്റെ ഉപ്പ, അസ്സഅലബു കൽ കൽബി, അസ്സഅലബു കൽ കൽബി, കുറുക്കൻ നായനെ പോലെയുണ്ട്. വല്ലബിയു കൽ ഗനമി, മാന് ആടിനെ പോലെയുണ്ട്. അലൈസ കദാലിക്, അങ്ങനെ തന്നെ അല്ലേ? ഫഖാലൽ വാലിദു,
അപ്പോൾ ഉപ്പ പറഞ്ഞു ബലാ യാ ബുനയ്യ, അതേ കുട്ടി, അങ്ങനെ തന്നെയാണ്. വഖദ് ഫഹിംത, തീർച്ചയായും നീ മനസ്സിലാക്കി, അനിൽ ഹയവാനാതി വ അനി തുയൂരി ജയ്യിദൻ, മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും നീ നല്ല രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. വഹിയ മിൻ അജാഇബി ഖൽഖില്ലാഹി തആല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളാണ് ഇവയൊക്കെ. ഇതാണ് നമ്മുടെ 2 പാരഗ്രാഫുകൾ. ഈ പാരഗ്രാഫുകളിൽ വിദ്യാർത്ഥികൾ പ്രത്യേകം കളർ ചെയ്യപ്പെട്ട ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ്? ലി സിയാറത്തി, ഫിൽ അഖ്ഫാസി, അലൽ അഷ്ജാരി, ലി ഇബ്നിഹി, അനിൽ ഹയവാനാത്ത്, കൽ കൽബി, കൽ ഗനമി, അനിൽ ഹയവാനാത്ത് വ അനി തുയൂരി മിൻ അജായിബി. ഇതെല്ലാമാണ് പ്രത്യേകമായി കളർ ചെയ്യപ്പെട്ട പദങ്ങൾ. അപ്പോൾ ഇതിന്റെയൊക്കെ തുടക്കത്തിലുള്ള അക്ഷരങ്ങൾ, തുടക്കത്തിലുള്ള പദങ്ങൾ, അതാണ് ജറിന്റെ ഹർഫുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ താഴെ തന്നിട്ടുണ്ട് ക, ലി, ഫി, മിൻ, അൻ, അല, ഇതെല്ലാമാണ് ജറിന്റെ ഹർഫുകൾ. അപ്പോൾ ഈ ജറിന്റെ ഹർഫുകളുടെ പ്രത്യേകത എന്താണ്? അതിന് ശേഷം വരുന്ന പദത്തിന് കസറായിരിക്കും ഹർക്കത്തുണ്ടാവുക. ഇവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ലി സിയാറത്തി, ലി എന്നുള്ളത് ജറിന്റെ ഹർഫാണ്. ശേഷമുള്ള സിയാറത്തി അതിനെന്ത് ചെയ്തു? കസർ കൊടുത്തു. അതുപോലെ ഫിൽ അഖ്ഫാസി, ഫി എന്നുള്ളത് ജറിന്റെ ഹർഫാണ്. ശേഷമുള്ള അഖ്ഫാസി എന്നുള്ളതിനേക്ക് കസർ കൊടുത്തു. അതുപോലെ അല, അല എന്നുള്ളത് ജറിന്റെ ഹർഫാണ്. ശേഷമുള്ള അൽ അഷ്ജാരി എന്നുള്ളതിനേക്ക് കസർ കൊടുത്തു. ലി ഇബ്നിഹി, അനിൽ ഹയവാനാതി, കൽ കൽബി, കൽ ഗനമി. ഓരോ ഉദാഹരണവും നമ്മൾ പരിശോധിച്ചാൽ ഈ ജറിന്റെ ഹർഫിന് ശേഷമുള്ള പദത്തിന് അതിന് അവസാനത്തിൽ കസറായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ ഏതെല്ലാമാണ് ഈ ജറിന്റെ ഹർഫുകൾ എന്ന് കൃത്യമായി പഠിച്ചു വെക്കണം. ഇനി ഇവിടെ നഖ്റഉ, കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ദഹബ സിനാനുൻ, സിനാനു പോയി, ലി സിയാറത്തിൽ ഹദീഖ, പൂന്തോട്ടം കാണാൻ വേണ്ടിയിട്ട്. അവിടെ കണ്ടോ, ലി സിയാറത്തി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലി എന്നുള്ളത് ജറിന്റെ ഹർഫാണ്. ശേഷമുള്ള സിയാറത്തി എന്നുള്ളത് എനിക്ക് അവസാനത്തിൽ കസർ കൊടുത്തു. രണ്ടാമത്തത് അസ്സഅലബു കൽ കൽബി, അപ്പോൾ ക എന്നുള്ളത് ജറിന്റെ ഹർഫാണ്. ശേഷമുള്ള കൽ കൽബി, കണ്ടോ, കൽബി എന്നുള്ളതിനേക്ക് ലാസ്റ്റ് കസർ കൊടുത്തു. മൂന്നാമത്തത് കുല്ലുഹാ മിൻ അജാഇബി ഖൽഖില്ലാഹി, എല്ലാം അള്ളാഹുവിന്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ മിൻ എന്നുള്ളത് ജറിന്റെ ഹർഫാണ്. ശേഷമുള്ള അജാഇബി എന്നുള്ളതിനേക്ക് കസർ കൊടുത്തു. ഫഹിംത അനിൽ ഹയവാനാത്ത്, അനിൽ ഹയവാനാത്ത്, അൻ എന്നുള്ളത് ജറിന്റെ ഹർഫാണ്. ശേഷമുള്ള ഹയവാനാത്തി എന്നുള്ളതിന് കസർ കൊടുത്തു. അൽ അസദു ഫിൽ ഹദീഖത്തി, അൽ അസദു ഫിൽ ഹദീഖത്തി, ഫി എന്നുള്ളത് ജറിന്റെ ഹർഫാണ്. ഹദീഖത്തി എന്നുള്ളതിനേക്ക് അവസാനത്തിൽ കസർ കൊടുത്തു. അത്തുയൂറു അലൽ അഷ്ജാരി, അത്തുയൂറു പക്ഷികൾ എവിടെയാണ്? അലൽ അഷ്ജാരി, മരത്തിന് മുകളിലാണ്. അല എന്നുള്ളത് ജറിന്റെ ഹർഫാണ്. ശേഷമുള്ള അഷ്ജാരി എന്നുള്ളതിനേക്ക് അവസാനത്തിൽ കസർ കൊടുത്തു. ബയ്യനൽ വാലിദു ലി ഇബ്നിഹി, ഉപ്പ മകനോട് വിശദീകരിച്ചു കൊടുത്തു. ലി എന്നുള്ളത് ജറിന്റെ ഹർഫാണ്. ശേഷമുള്ള ഇബ്നിഹി എന്നുള്ളതിനേക്ക് അവസാനത്തിൽ കസർ കൊടുത്തു. കൽ ഗനമി, മിനൽ ഹൗളി, അനിൽ ഹയവാനാതി, ഫിൽ ഖഫസി, അലഷജറത്തി. അങ്ങനെ ശേഷമുള്ള ഓരോ ഉദാഹരണങ്ങളും വിദ്യാർത്ഥികൾ വായിച്ച് നോക്കുക. അതിലെല്ലാം വന്ന ജറിന്റെ ഹർഫുകൾ പരിശോധിക്കുക. ശേഷം വന്ന പദത്തിന് കസർ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട്. നഖ്താറു മിനൽ ഖൗസൈനി വനുകമ്മിലു, ബ്രാക്കറ്റിൽ ജറിന്റെ ഹർഫുകൾ കൊടുത്തിട്ടുണ്ട്. യോജിച്ചത് താഴെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഏതെല്ലാമാണ്? ക, ലി, ഫി, മിൻ, അൻ, അല. ഇത് അനുയോജ്യമായ സ്ഥലത്തേക്ക് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് എന്താണ്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, നമുക്ക് പരിചയമുള്ള ഒരു വാക്കാണത്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ലി എന്നുള്ളതാണ് നമ്മൾ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അൽ ബുർതുഖാലു, അൽ ബുർതുഖാലു ഡാഷ് അസല്ലത്തി, ഓറഞ്ച് എവിടെയാണുള്ളത്? ഓറഞ്ച് എവിടെയാണുള്ളത്? കൊട്ടയിലാണ്. സല്ലത്ത് എന്ന് പറഞ്ഞാൽ കൊട്ട. അപ്പോൾ ഇൽ എന്നുള്ളതിനേക്ക് നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? ഫി എന്നുള്ള ജറിന്റെ ഹർഫാണ്. അൽ ബുർതുഖാലു ഫിസ്സല്ലത്തി, ഫിസ്സല്ലത്തി, അവസാനത്തിൽ കണ്ടോ, അവസാനത്തിൽ കസർ കൊടുത്തു. ഫി എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി മൂന്നാമത്തത് ഡാഷ് അത്താവിലത്തി ബിതീഖത്തുൻ, മേശപ്പുറത്ത് തണ്ണിമത്തനുണ്ട്. അപ്പോ മുകളിൽ എന്നുള്ള അർത്ഥത്തിന് ഏത് ജറിന്റെ ഹർഫാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പാഠഭാഗത്ത് അലൽ അഷ്ജാരി, പക്ഷികളൊക്കെ എവിടെയാണ്? അലൽ അഷ്ജാരി, മരത്തിന് മുകളിലാണ് എന്ന് പഠിച്ചല്ലോ. അല എന്നുള്ളതാണ് മുകളിൽ എന്നുള്ളതിന്റെ അറബി. അപ്പോൾ അല, അലത്താവിലത്തി, അലത്താവിലത്തി ബിതീഖത്തുൻ. നാലാമത്തത് റജഅ ദാരിസു, വിദ്യാർത്ഥി മടങ്ങി ഡാഷ് അൽ മദ്രസത്തി,
മദ്രസയിൽ നിന്ന്. അപ്പൊ മദ്രസയിൽ നിന്ന് ഇംഗ്ലീഷിൽ ഫ്രം എന്നുള്ളതിന്റെ അർത്ഥത്തിന് അറബിയിൽ ഏതാണ്? മിൻ എന്നുള്ള ജറിന്റെ ഹർഫാണ്. മിനൽ മദ്രസത്തി. റജഅദ്ദാരിസു മിനൽ മദ്രസത്തി. മിൻ എന്ന് അവിടെ നമ്മൾ എഴുതി കൊടുക്കണം. മിനൽ മദ്രസത്തി. റളിയല്ലാഹു അൻ അഹ്ലി ബദരിൻ. റളിയല്ലാഹു അൻ അഹ്ലി ബദരിൻ. അവിടെ അൻ എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. ഇനി ഡാഷ് ഫിസല്ലത്തി മാൻജ. ഫിസല്ലത്തി മാൻജ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കൊട്ടയിൽ മാങ്ങയുണ്ട്. ഫിസല്ലത്തി ഫി എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കണം. ഏഴാമത്തത് തൻതളിറുൽ ഉമ്മു. ഉമ്മ പ്രതീക്ഷിക്കുന്നു, കാത്തു നിൽക്കുന്നു. എവിടെ? ഫിൽ ബൈത്തി, വീട്ടിൽ. അവിടെയൊക്കെ ഇൽ എന്നുള്ള അർത്ഥത്തിനുള്ള ഫി എന്നുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എട്ടാമത്തത് സമിഅത്തുൽ അദാന. ഞാൻ ബാങ്ക് കേട്ടു. എവിടുന്ന്? മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന്. മിൻ എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. നദ്ഹബു, നമുക്ക് പോകാം. ലിസിയാറത്തി ജദ്ദിന, നമ്മുടെ വലിയുപ്പാനെ സന്ദർശിക്കാൻ വേണ്ടി. അപ്പോൾ ലി എന്നുള്ളത് വേണ്ടി എന്നുള്ള അർത്ഥത്തിനേക്കുള്ള ലി എന്നുള്ളതാണ് നമ്മൾ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. നദ്ഹബു ലിസിയാറത്തി ജദ്ദിന. പത്താമത്തത് അത്അമു ഡാഷ് അൽ മായിദത്തി. ഭക്ഷണം എവിടെയാണുള്ളത്? മേശപ്പുറത്താണുള്ളത്. അപ്പോൾ മുകളിൽ എന്നുള്ളതിന് നമ്മൾ ഏതാണ് പറഞ്ഞത്? അല എന്നുള്ളതാണ്. അത്അമു അലൽ മായിദത്തി. അല എന്ന് എഴുതി കൊടുക്കണം. 11ാമത്തത് അൻത ഡാഷ് അൽ ഉസ്താദി. നീ ഉസ്താദിനെ പോലെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മാന് ആടിനെ പോലെയാണ്. അല്ലബിയു കൽ ഗനമി എന്ന് പറഞ്ഞില്ലേ? പോലെയാണ് എന്നുള്ളതിന് ക എന്നുള്ള പ്രയോഗമാണ്. അപ്പോൾ അൻത കൽ ഉസ്താദി, ക എന്ന് അവിടെ എഴുതി കൊടുക്കണം. ഇനി അവസാനത്തത് ഖറഅന, നമ്മൾ വായിച്ചു. അൻ ഹിജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയെ കുറിച്ച്. അൻ എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്നുള്ള അർത്ഥം. ഈ രൂപത്തിൽ അനുയോജ്യമായ ജറിന്റെ ഹർഫുകൾ ചേർത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ജറിന്റെ ഹർഫുകൾ ഏതെല്ലാമാണ് അതിന്റെ അർത്ഥങ്ങളും കൃത്യമായി പഠിച്ചിരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഇവിടെ ഹയ്യ നുൻഷിദ്, നമുക്കൊരു പാട്ട് പാടാം. അൻത തത്ലുഉ ബൈനന ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി തറദ്ദാ ലിമൗലൂദിൻ അല്ലാഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനർ റുഅബി. ഇവിടെ കണ്ടോ? ഫിൽ കവാകിബി. ഫി എന്നുള്ള ജറിന്റെ ഹർഫ് വന്നതിന്റെ ഒരു ഉദാഹരണം അതിൽ വന്നിട്ടുണ്ട്. ഫിൽ കവാകിബി, ശേഷമുള്ള കവാകിബി എന്നുള്ളത് എനിക്ക് അവസാനത്തിൽ കസ്ർ ചെയ്യപ്പെട്ടു. കൽ ബുദൂരി, കൽ ബുദൂരി, ക എന്നുള്ള ജറിന്റെ ഹർഫ് വന്നു. ശേഷമുള്ള ബുദൂരി എന്നുള്ളതിന്റെ അവസാനത്തിൽ കസ്ർ ചെയ്യപ്പെട്ടു. അതുപോലെ തറദ്ദാ ലി മൗലൂദിൻ, ലി മൗലൂദിൻ, ലി എന്നുള്ളത് ജറിന്റെ ഹർഫാണ്. മൗലൂദിൻ അവസാനത്തിൽ മിനർ റുഅബി, മിൻ എന്നുള്ളത് ജറിന്റെ ഹർഫാണ്. റുഅബി. ഇതുപോലെ ജറിന്റെ ഹർഫുകൾ വന്ന ഉദാഹരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി അടുത്തത് നുലാഹിലുൽ മുഫ്രദ വൽ ജംഅ. സിംഗുലർ പ്ലൂറൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഏകവചനം, ബഹുവചനം. ഇത് വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ചില പദങ്ങൾ തന്നിട്ട്, ചില ഏകവചനങ്ങൾ തന്നിട്ട് അതിന്റെ ബഹുവചനങ്ങൾ എഴുതാനുണ്ടാകും. അതുകൊണ്ട് ഓരോ പാഠത്തിലും ഇതുപോലെ ഏകവചനവും ബഹുവചനവും തന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഹയവാൻ, ഹയവാൻ എന്ന് പറഞ്ഞാൽ അനിമൽ, ജീവി. അതിന്റെ ജംആണ്, ബഹുവചനമാണ് ഹയവാനാത്ത്, മൃഗങ്ങൾ, അനിമൽസ്. അതുപോലെ ഖഫസ്, ഖഫസ് എന്ന് പറഞ്ഞാൽ കൂട്, കേജ്. അതിന്റെ പ്ലൂറലാണ് എന്ത്? അഖ്ഫാസ്, കൂടുകൾ. ത്വയ്ർ എന്ന് പറഞ്ഞാൽ പക്ഷി, തുയൂർ പക്ഷികൾ. ഷജർ മരം, അഷ്ജാർ മരങ്ങൾ. ഇബ്ന്, അബ്നാ, ഇബ്ന് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, അബ്നാ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ. ഹദീഖത്ത് പൂന്തോട്ടം, ഹദായിഖ് പൂന്തോട്ടങ്ങൾ, ഗാർഡൻ, ഗാർഡൻസ്. ഇതുപോലെ ഏകവചനവും ബഹുവചനവും വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കണം. ചിലപ്പോൾ ബഹുവചനം തന്നിട്ട് അതിന്റെ ഏകവചനം എഴുതാൻ പറയും, അല്ലെങ്കിൽ ഏകവചനം തന്നിട്ട് ബഹുവചനം എഴുതാൻ പറയും. ഏത് രൂപത്തിലാണെങ്കിലും നമുക്ക് എഴുതാൻ സാധിക്കണം. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഇനി അവസാനത്തത് നഖ്റഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹു ഹുറൂഫൽ ജർരി വനഖുത്തു തഹതഹ. താഴെയുള്ള ആയത്തുകളിൽ നിന്ന് ജറിന്റെ ഹർഫുകൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കുകയും താഴെ വരയിടുകയും ചെയ്യുകയാണ് വേണ്ടത്. ഒന്നാമത്തത് അനിന്നബഇൽ അളീം. ഏതാണ്? അൻ. തുടക്കത്തിലുള്ള അൻ എന്നുള്ളതാണ് ഇവിടെ ജറിന്റെ ഹർഫ്. രണ്ടാമത്തത് വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. ഏതാണ്? അല. അല എന്നുള്ളതാണ് ജറിന്റെ ഹർഫ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്.
ഏതാണ്? ഫി എന്നുള്ളതാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ ഏതാണ്? ലി റബ്ബിക എന്നുള്ളതിൽ ലി എന്നുള്ളതാണ് ജറിന്റെ ഹർഫ്. കൽ ഫറാഷിൽ മബ്സൂസ്, കൽ ഫറാഷി ക എന്നുള്ളത് പോലെ എന്നുള്ള അർത്ഥത്തിനുള്ള ക എന്നുള്ളതാണ് ജറിന്റെ ഹർഫ്. കൽ ഇഹ്നിൽ മൻഫൂഷ് അവിടെയും ക എന്നുള്ളതാണ്. ഇതുപോലെ ജറിന്റെ ഹർഫുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇവിടെ നൻസഹുൽ കലിമാത്ത് ഇവിടെ താഴെ കോപ്പി എഴുതി ശീലിക്കാനുള്ള ഒരു ഭാഗമുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ ഭാഗങ്ങളെല്ലാം എഴുതി പരിശീലിക്കേണ്ടതുണ്ട്. നമ്മുടെ എഴുത്തും കൂടെ നന്നാവേണ്ടതുണ്ട്. ഇനിയും ഈ പാഠം ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിർബന്ധമായും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തി, ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.